ഫെമിനിച്ച് ഫാത്തിമയ്ക്ക് അങ്ങനത്തെ ഒരുപാട് ചലഞ്ച് ഉണ്ട്. ഒന്ന് അത് ലിമിറ്റഡ് സ്പേസിലുള്ള പടം. ലിമിറ്റഡ് സ്പേസിലുള്ള പടങ്ങൾ എടുക്കുമ്പോൾ അത്രയും നന്നാവണം സ്ക്രിപ്റ്റ്. എന്നാൽ മാത്രമാണ് ആ സിനിമ നമ്മളെ എൻഗേജ് ചെയ്യുള്ളൂ. കാരണം ലിമിറ്റഡ് സ്പേസ് അല്ലാത്ത പടമാകുമ്പോൾ നമുക്ക് വിഷ്വലി ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റും. നമുക്ക് കടൽ കാണിക്കാം, മല കാണിക്കാം, ചേസ് കാണിക്കാം, ലൗഡ് കാണിക്കാം, കളർഫുൾ ഇവൻറ്റുകൾ കാണിക്കാം. ഇതൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഓരോ ഓഡിയൻസിനെയും കണക്ട് ചെയ്തിരുത്താൻ പറ്റും. പക്ഷേ ലിമിറ്റഡ് സ്ഥലം, അപ്പോൾ ഈ ഒരു റൂമിലുള്ള പരിപാടി എടുക്കുമ്പോൾ നമ്മൾ ആ എഴുത്തും ആ ക്യാരക്ടറിൻ്റെ ഇമോഷനെയും അത്രയും നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ അത് ഭയങ്കര ബോറിങ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഫെമിനിച്ച് ഫാത്തിമക്കൊക്കെ ആണെങ്കിൽ ഒരു വീടും അതിൻ്റെ ചുറ്റുപാടുണ്ട്. ഇതൊന്നും ഇല്ലാതെ ലോകത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ ശവപ്പെട്ടിയിലുള്ള പടമുണ്ട്, ഒരു ടെലിഫോൺ ബൂത്തിലുള്ള പടമുണ്ട്. അങ്ങനെ വളരെ ലിമിറ്റഡ് ഒരു 12 പേര് ഒരു മേശയുടെ ചുറ്റും ഇരിക്കുന്ന സിനിമകളുണ്ട്. പക്ഷെ ആ ഡയലോഗ് കൊണ്ടൊക്കെ നമ്മളെ ഹുക്ക് ചെയ്യാൻ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ധാരാളം സ്ഥലമുണ്ട്. അപ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചെറിയ സ്ഥലങ്ങളാകുമ്പോൾ മറ്റ് ടെക്നിക്കല്ലേ, ലൈറ്റിങ്, ക്യാമറയുടെ സാധനങ്ങൾ, അതിലൊക്കെ നമ്മൾ ഇച്ചിരി കൺസ്ട്രെയിൻ ആയി പോകും. പക്ഷേ ആ കഥ പറയാൻ വേണ്ട ഫെസിലിറ്റി അതാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് നന്നായിട്ട് വരും ചെയ്യും.